പൃഥ്വിരാജിന്റെ സിനിമകൾ പ്രൊപ്പഗണ്ടയാണോ? ആ ഗുജറാത്ത് കലാപത്തിൽ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളെ മറച്ചു വെച്ചിട്ട് തന്നെയല്ലേ പൃഥ്വിരാജ് ഈ സിനിമയിൽ കാണിച്ചത്? ഇതുപോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു നടൻ അയാൾക്ക് ശരിയെന്ന് തോന്നുന്ന പൊളിറ്റിക്കൽ സ്ക്രീനിൽ കാണിക്കാൻ അവകാശമുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ മലയാള സിനിമയിലെ വെറുമൊരു നടൻ മാത്രമല്ല പുള്ളി. ഇപ്പോൾ ഡയറക്ടർ, പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ അങ്ങനെയൊക്കെ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ നിൽക്കുന്ന ആളാണ്. പണ്ടൊക്കെ പൃഥ്വിരാജിനെ ആളുകൾ ട്രോൾ ചെയ്യുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൻ്റെ പേരിലോ അല്ലെങ്കിൽ കുറച്ച് ജാട എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. കുറച്ച് വർഷങ്ങളായിട്ട്, അതായത് ഒരു 2021 മുതൽ 26 വരെയുള്ള ഒരു പീരീഡ് എടുത്ത് നോക്കിയാൽ കളി മാറി, ട്രോളുകൾ മാറി. പകരം വന്നത് വലിയ വിവാദങ്ങളാണ്. പൃഥ്വിരാജിൻ്റെ സിനിമകൾ വെറും സിനിമകളല്ല, അത് കൃത്യമായൊരു പ്രൊപ്പഗണ്ടയാണ്. അതായത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ഇറക്കുന്ന സിനിമകളാണെന്ന് വലിയൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു നടൻ പെട്ടെന്ന് പ്രൊപ്പഗണ്ട ഫിലിം മേക്കർ എന്ന രീതിയിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്? ഇതിന് പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടോ, അതോ ഇതൊരു വെൽ പ്ലാൻഡ് സൈബർ അറ്റാക്ക് ആണോ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ED കേസ് മുതൽ L2 എംബ്രാൻ വരെ അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന മുഴുവൻ രാഷ്ട്രീയ വിവാദങ്ങളുടെ സത്യാവസ്ഥ നമ്മൾ ഇന്ന് പൊളിച്ചെടുക്കാൻ പോവുകയാണ്. ഈ പ്രൊപ്പഗണ്ട ആരോപണങ്ങൾ ശരിക്കും സിനിമകളിൽ നിന്നല്ല തുടങ്ങുന്നത്, പൃഥ്വിരാജിന്റെ റിയൽ ലൈഫ് സ്റ്റാൻഡുകളിൽ നിന്നാണ്. മലയാള സിനിമയിൽ പല സൂപ്പർ താരങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളിൽ സൈലന്റ് കീപ്പ് ചെയ്യുമ്പോൾ കൃത്യമായ നിലപാടുകൾ പറയാൻ പൃഥ്വിരാജ് എപ്പോഴും ധൈര്യം കാണിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ? ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഖോഡെ പട്ടേലിന്റെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം നടന്നപ്പോൾ അതിനെതിരെ ആദ്യം ശബ്ദമുയർത്തിയ മെയിൻ സ്ട്രീം നടന്മാരിൽ ഒരാൾ പൃഥ്വിരാജ് ആയിരുന്നു. ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ശബ്ദം കേൾക്കണം എന്ന് പുള്ളി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് യഥാർത്ഥത്തിൽ വലിയൊരു സംഘപരിവാർ സൈബർ അറ്റാക്ക് പൃഥ്വിരാജിന് നേരെ തുടങ്ങുന്നത്. അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമം വന്ന സമയത്തും പുള്ളി കൃത്യമായ നിലപാടെടുത്തു. സിനിമ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് WCCക്ക് പിന്തുണ കൊടുക്കുന്ന കാര്യത്തിലും പൃഥ്വിരാജ് മുന്നിലുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പുള്ളിയുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും സപ്പോർട്ടും ഒരു പ്രത്യേക റൈറ്റ് വിംഗ് വിഭാഗത്തെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. അവരാണ് പൃഥ്വിരാജിനെ ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് ഫിഗറായി മാർക്ക് ചെയ്തത്. ഈ ഒരു ബാക്ക് സ്റ്റോറി മനസ്സിലാക്കിയാൽ മാത്രമേ ഇനിയുള്ള സംഭവങ്ങൾ നമുക്ക് കൃത്യമായി കണക്ട് ചെയ്യാൻ പറ്റൂ. 2023 മെയ് മാസം സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വലിയ ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നു. മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. പൃഥ്വിരാജിന് ED 25 കോടി രൂപ പിഴ ചുമത്തി. വെറുതെ ഒരു പിഴയല്ല, വിദേശത്തു നിന്നുള്ള കള്ളപ്പണം ഉപയോഗിച്ച് കേരളത്തിൽ പ്രൊപ്പഗണ്ട സിനിമ നിർമ്മിച്ചു എന്നാണ് ഷാജൻ സക്രിയുടെ ചാനൽ ആരോപിച്ചത്. ഗൾഫിൽ നിന്നുള്ള ഹവാല ഇടപാടുകൾ വഴിയാണ് പൃഥ്വിരാജ് ഈ ഫണ്ട് കൊണ്ടുവരുന്നതെന്നും ഇവർ ആരോപിച്ചു. കേരളത്തിൽ ഒരു വലിയ ബോംബ് പൊട്ടിയതുപോലെയായിരുന്നു ഈ വാർത്ത. കാരണം കള്ളപ്പണം പ്ലസ് പ്രൊപ്പഗണ്ട സിനിമകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾക്കിടയിൽ വലിയൊരു നെഗറ്റീവ് ഇമേജ് വരും. പണ്ടൊക്കെ ഇത്തരം വാർത്തകൾ വരുമ്പോൾ താരങ്ങൾ പ്രതികരിക്കാറില്ലായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ പുള്ളി ഒരു മാസീവ് സ്റ്റേറ്റ്മെന്റ് ഇറക്കി. താൻ ഒരു പിഴയും അടച്ചിട്ടില്ലെന്നും ഈ വാർത്ത 100% ഫേക്ക് ആണെന്നും പുള്ളി വ്യക്തമാക്കി. വെറുതെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് നിർത്തുകയല്ല ചെയ്തത്. മറുനാടൻ മലയാളിക്കും ഷാജൻ സക്രിയയ്ക്കുമെതിരെ സിവിൽ ക്രിമിനൽ ഡിഫേമേഷൻ കേസുകൾ ഫയൽ ചെയ്തു. ഈ സംഭവം ഭയങ്കര ക്രൂഷ്യലാണ്. കാരണം പൃഥ്വിരാജിനെ ഒരു കള്ളപ്പണക്കാരനാക്കി മാറ്റി പുള്ളിയുടെ സിനിമകളെ ജനങ്ങളിൽ നിന്ന് അകറ്റാൻ നടന്ന വെൽ ഓർഗനൈസ്ഡ് പ്ലാനായിരുന്നു അത്. ഇതിനുശേഷമാണ് പുള്ളിയുടെ സിനിമകളെ ആളുകൾ ഭൂതക്കണ്ണാടി വഴി നോക്കാൻ തുടങ്ങിയത്. പൃഥ്വിരാജിന്റെ സിനിമകളിൽ ശരിക്കും പ്രൊപ്പഗണ്ട ഉണ്ടോ? നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ആദ്യം നമുക്ക് 2022 ഇറങ്ങിയ കുരുതി നോക്കാം. മനു വാര്യർ സംവിധാനം ചെയ്ത ഈ സിനിമ സംസാരിച്ചത് ഭയങ്കര സെൻസിറ്റീവായ ഒരു ടോപ്പിക്കാണ്, മതതീവ്രവാദം. ഒരു ഹിന്ദു, ഒരു മുസ്ലിം, ഇവരുടെ ഇടയിലുള്ള കടുത്ത വർഗീയ ചിന്തകൾ, ഒരു രാത്രിയിൽ ഒരു വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കുരുതി. പൃഥ്വിരാജ് ചെയ്ത ലായിക് എന്ന കഥാപാത്രം ഒരു മുസ്ലിം തീവ്രവാദിയായിരുന്നു. റിലീസായ ഉടനെ 2 സൈഡിൽ നിന്നും സിനിമയ്ക്ക് അറ്റാക്ക് കിട്ടി. ഒരു വശം പറഞ്ഞു ഇത് മുസ്ലിങ്ങളെ മൊത്തത്തിൽ തീവ്രവാദികളായി ചിത്രീകരിക്കുന്ന ഇസ്ലാമോഫോബിക് സിനിമയാണെന്ന്. മറുവശം പറഞ്ഞു ഇല്ല, ഇത് കൃത്യമായ ഹിന്ദുത്വ പ്രൊപ്പഗണ്ട സിനിമയാണെന്ന്. സത്യത്തിൽ ആ സിനിമ പറഞ്ഞത് എല്ലാ മതത്തിലുമുള്ള തീവ്രവാദം ആപത്താണ് എന്നാണ്. പക്ഷേ ആളുകൾ അവർക്ക് വേണ്ട രീതിയിൽ അതിനെ വളച്ചൊടിച്ചു. അടുത്തത് 2022 ബ്ലോക്ക് ബസ്റ്റർ ജനഗണമന. ഡിജോ ജോസ് ആന്റണി ഡയറക്ട് ചെയ്ത ഈ സിനിമ ശരിക്കും ഒരു തീപ്പൊരിയായിരുന്നു. ഹൈദരാബാദിലെ ദിശ കേസ് പോലുള്ള വ്യാജ ഏറ്റുമുട്ടലുകൾ, ക്യാമ്പസുകളിലെ ജാതി വിവേചനം, രോഹിത് വെമുല വിഷയം, പിന്നെ ഗവൺമെന്റ് എങ്ങനെയാണ് മീഡിയയും ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് സിനിമയിൽ സംസാരിച്ചത്. പൃഥ്വിരാജ് അവതരിപ്പിച്ച അരവിന്ദ് സോമനാഥൻ എന്ന വക്കീൽ കോടതിയിൽ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ റിയൽ ലൈഫ് സംഭവങ്ങളെയാണ് പോയിന്റ് ചെയ്തത്. ഇത് ഇറങ്ങിയതോടെ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു ഇത് കൃത്യമായ ആന്റി നാഷണൽ പ്രൊപ്പഗണ്ടയാണെന്ന്. രാജ്യത്തിന്റെ സിസ്റ്റത്തെയും പോലീസിനെയും മൊത്തത്തിൽ മോശമായി കാണിക്കുന്നു. എന്നാൽ സിനിമ കണ്ട സാധാരണ ജനങ്ങൾ അതിനെ ഗംഭീരമായി സപ്പോർട്ട് ചെയ്തു. ജനഗണമനയോട് കൂടിയാണ് പൃഥ്വിരാജിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷനിൽ പൊളിറ്റിക്കൽ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് ആളുകൾ ഉറപ്പിച്ചത്. കഴിഞ്ഞ വർഷം, അതായത് 2025 മാർച്ചിൽ റിലീസ് ചെയ്ത L2 എമ്പുരാൻ, അതായത് ലൂസിഫറിന്റെ 2ാം ഭാഗം
മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റുകളിൽ ഒന്നായിരുന്നു. പക്ഷേ അതിനൊപ്പം തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ കോൺട്രവേഴ്സിയും ഇത് തന്നെയായിരുന്നു. മുരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് ഡയറക്ട് ചെയ്ത ഈ സിനിമയ്ക്കെതിരെ വന്നത് ചില്ലറ ആരോപണങ്ങളല്ല. ഇതിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ചെറുപ്പം കാണിക്കുന്നുണ്ട്. അതിൽ വളരെ കൃത്യമായി 2022 ഗുജറാത്ത് കലാപത്തെ റിസംബിൾ ചെയ്യുന്ന പോലെയുള്ള കുറച്ച് സീനുകൾ വന്നു. ഓർഗനൈസർ പോലുള്ള നാഷണൽ മാഗസീനുകൾ പൃഥ്വിരാജിനെതിരെ ലേഖനങ്ങൾ വന്നു. വലതുപക്ഷ രാഷ്ട്രീയത്തെയും ഭരിക്കുന്ന ഗവൺമെന്റിനെയും ഡീഗ്രേഡ് ചെയ്യാൻ പൃഥ്വിരാജ് മനഃപൂർവ്വം തിരികെ കയറ്റിയ അജണ്ടയാണ് ഇതെന്നായിരുന്നു പ്രധാന വാദം. അതുമാത്രമല്ല, ബോയ്ക്കോട്ട് എമ്പുരാൻ എന്ന ഹാഷ്ടാഗ് ആ ടൈമിൽ വളരെ ട്രെൻഡിങ് ആയിരുന്നു. അതിനു പുറമെ ക്രിസ്ത്യൻ വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന സീനുകൾ ഉണ്ടെന്ന് പറഞ്ഞ് ചില ക്രിസ്ത്യൻ ഗ്രൂപ്പുകളും രംഗത്ത് വന്നു. സംഭവം കൈവിട്ട് പോകുന്ന അവസ്ഥയെ സിനിമയുടെ കളക്ഷനെ ബാധിക്കുമെന്നായപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഇടപെട്ടു. സെൻസർ ബോർഡിന്റെ പ്രഷർ കൂടിയായപ്പോൾ ആ വിവാദമായ 3 മിനിറ്റ് സീനുകൾ സിനിമയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടി വന്നു. അതുമാത്രമല്ല, വിവാദം തണുപ്പിക്കാൻ അവസാനം നമ്മുടെ ലാലേട്ടൻ തന്നെ നേരിട്ട് വന്ന് ഒരു വിശദീകരണം നൽകേണ്ടി വന്നു. സിനിമയെ സിനിമയായി കാണണം, ആരെയും വേദനിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്ന് ലാലേട്ടൻ പറഞ്ഞതോടെയാണ് എമ്പുരാൻ വിവാദം കുറച്ചെങ്കിലും ഒന്ന് അടങ്ങിയത്. പക്ഷേ L2 എന്ന ചിത്രത്തിൽ കാണിച്ചത് 2002 യഥാർത്ഥ സംഭവങ്ങളായിരുന്നില്ലല്ലോ. ആ ഗുജറാത്ത് കലാപത്തിൽ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളെ മറച്ചു വെച്ചിട്ട് തന്നെയല്ലേ പൃഥ്വിരാജ് ഈ സിനിമയിൽ കാണിച്ചത്. അപ്പോൾ അവിടെ ഒരു പ്രൊപ്പഗണ്ട ഇല്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. എമ്പുരാന്റെ പ്രശ്നങ്ങൾ തീർന്നോ എന്ന് ചോദിക്കുന്നതിന് മുന്നേ ഇതാ വരുന്നു അടുത്ത പണി. 2025 അവസാനത്തോടെ റിലീസ് ചെയ്ത പൃഥ്വിരാജിന്റെ വിലായത് ബുദ്ധ. ഈ സിനിമ ശരിക്കും വലിയൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഒന്നും പറയുന്ന സിനിമയായിരുന്നില്ല. ഒരു സാധാരണ നോവൽ അഡോപ്റ്റേഷൻ ആയിരുന്നു. പക്ഷേ എമ്പുരാൻ വിവാദത്തിൽ പൃഥ്വിരാജിനോട് ദേഷ്യം വെച്ച കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും ചേർന്ന് ഈ സിനിമയ്ക്കെതിരെ ഒരു മാസീവ് സൈബർ അറ്റാക്ക് അഴിച്ചുവിട്ടു. സിനിമ ഇറങ്ങിയ അന്ന് രാവിലെ മുതൽ തന്നെ ഇത് ഹിന്ദുത്വ വിരുദ്ധമാണ്, ഇത് പ്രൊപ്പഗണ്ടയാണ് എന്ന് പറഞ്ഞ് ഫേക്ക് ന്യൂസുകളും വരാൻ തുടങ്ങി. ഒരു കോർഡിനേറ്റഡ് അറ്റാക്ക് ആയിരുന്നു അത്. ഇതിൽ സഹിയിട്ട് സിനിമയുടെ പ്രൊഡ്യൂസർ സന്ദീപ് സേനൻ ഡയറക്റ്റായിട്ട് പോലീസിൽ പരാതി കൊടുത്തു. വെറുതെ ഒരു റിവ്യൂ പറയുകയല്ല, സമൂഹത്തിൽ മതപരമായ സ്പർദ്ധ ഉണ്ടാക്കാനും ഒരു നടന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ അയാളുടെ സിനിമയെയും പണത്തെയും നശിപ്പിക്കാനും വേണ്ടിയുള്ള കൃത്യമായ പ്ലാനിംഗ് ആയിരുന്നു അത്. ഈ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. പൃഥ്വിരാജിന്റെ സിനിമകൾ പ്രൊപ്പഗണ്ടയാണോ? അല്ല എന്നും ആണെന്നും പറയാൻ നമുക്കൊരിക്കലും കഴിയില്ല. കാരണം നമ്മൾ എമ്പുരാനിൽ കണ്ടതും പൃഥ്വിരാജിന്റെ ചില സ്റ്റേറ്റ്മെന്റിൽ കണ്ടതും തീവ്രമായ വിദ്വേഷമാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമകളിൽ പ്രതിഫലിക്കുന്നത്. കുരുതിയിലും ജനഗണമനയിലും പ്രൊപ്പഗണ്ട ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രത്തോളം ഉള്ളതായി തോന്നുന്നുമില്ല. അത് പൃഥ്വിരാജിനോട് തോന്നിയ ഒരു ദേഷ്യത്തിന്റെ ഒരു പ്രതിഫലനമാകാം ഈ ജനഗണമനയും കുരുതിയും ഒക്കെ. പക്ഷേ ഇവിടെ യഥാർത്ഥ പ്രശ്നം അതല്ല. ഒരാളുടെ നിലപാടുകൾ ഇഷ്ടമല്ല എന്നതിന്റെ പേരിൽ അയാളുടെ മേൽ കള്ളപ്പണം ആരോപണങ്ങൾ ഉണ്ടാക്കുക, സിനിമയെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുക, ഫേക്ക് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ അനീതി. ഇതുപോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു നടൻ അയാൾക്ക് ശരിയെന്ന് തോന്നുന്ന പൊളിറ്റിക്കൽ സ്ക്രീനിൽ കാണിക്കാൻ അവകാശമുണ്ട്. അയാൾ സ്ക്രീനിൽ കാണിക്കുന്നത് എന്തെങ്കിലും ഒരു സത്യം ഉണ്ടായിരിക്കണമെന്ന് മാത്രം. അതായത് എമ്പുരാനിൽ ചെയ്തതുപോലെ ആകരുത് എന്ന്. എന്തായാലും പൃഥ്വിരാജ് ഇതൊന്നും കൊണ്ട് തളരുന്ന ആളല്ല. പുള്ളിയുടെ അടുത്ത സിനിമകളുടെ ലൈനപ്പ് കാണുമ്പോൾ തന്നെ നമുക്കിത് ഉറപ്പാകുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പൃഥ്വിരാജ് സിനിമകൾ ശരിക്കും പ്രൊപ്പഗണ്ടയാണോ അതോ ഇതൊരു അനാവശ്യ വിവാദമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ അറിയിക്കുക.